ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആക്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജസ് അതിനകത്തുണ്ടാകും. അപ്പോൾ നിങ്ങളെന്ത് കാര്യങ്ങളാണോ വിചാരിക്കുന്നത്, നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നത്, ആ കാര്യം അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് ഇതിലുണ്ടാവും. പിന്നെ പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരും തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ലൈക്കും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു എനർജി ഇതിന്ന് കിട്ടും. നിങ്ങളുടെ ആൻസേഴ്സ് എന്തായാലും ഇതിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്, സബ്സ്ക്രൈബേഴ്സ് കുറേ കൂടിയെന്ന് വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് പൈസയൊന്നും കൂടുതൽ കിട്ടില്ല. അതൊരു എനർജി എക്സ്ചേഞ്ച് ആണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് പറയേണ്ടതാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു എല്ലാ കാര്യത്തിനും ഒരു സ്പീഡ് കൂടുതലായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഊർജം ഉള്ള ഒരു എനർജിയാണ്. നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു ഒരു മെസ്സേജ് ഉള്ളിൽ നിന്ന് തന്നെ വരും. പെട്ടെന്ന് ചെയ്യണം, ഇനി ഇങ്ങനെ മടി പിടിച്ച് ഇരിക്കാൻ പാടില്ല. ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട്. ചിലപ്പോൾ 1 വർഷം മുന്നേക്കുള്ള കാര്യങ്ങളുണ്ടായിരിക്കും ചെയ്യാനുള്ളത്. നാളെ ആട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്കൊരു ട്രാവൽ കാണുന്നുണ്ട് ഇതിനകത്ത്. ഇത് എന്തോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രാവലായിരിക്കാം. അങ്ങനെ പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും ഒരു യാത്രകൾ വരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇല്ല എത്ര അഴിച്ചാലും വീണ്ടും ഇങ്ങനെ വീണ്ടും ഒരു കുരുക്കുന്ന അങ്ങനത്തെ ഒരു കുരുക്കുകൾ അതിങ്ങനെ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് വീണ്ടും കുറേ കുരുക്കുകൾക്ക് ഇടയിലിരിക്കുന്ന ആൾക്കാർ, അവരുടെ എനർജി ഉണ്ട്. കുറേ ഒരു ട്രാപ്പിൽ പെട്ടുപോയ പോലത്തെ. ഇത് നമ്മളുടെ ചിന്തകൾ കൊണ്ടുള്ള ട്രാപ്പായിരിക്കാം. പാസ്റ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളുടെ ഒരു ഫലമായിട്ടുള്ള ഒരു ചിന്തകളായിരിക്കാം. നമുക്ക് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒരു കാര്യമല്ല നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ഏകദേശം എല്ലാ കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത്. പലർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ കിടന്ന് ഒരു ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതിൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം വീണ്ടും കുരുക്കി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ശരിക്കും നിങ്ങൾ ഒരു ദൈവത്തിനെ വിളിച്ച് ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്ത് കടത്തി തരണം എന്ന് നിങ്ങൾ ദൈവത്തോട് ഒരുപാട് അപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അത് ചിലപ്പം നിങ്ങൾ പെട്ടുപോയ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നൊരു ട്രാപ്പിൽ നിന്നും പുറത്ത് കിടക്കണം എന്നുള്ളതായിരിക്കണം. അതിൽ കുറേ പൈസ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന അതിൽ നിന്നും ഒരു കരകയറണം എന്നുള്ളതായിരിക്കും. ചില ആൾക്കാർക്ക് ചില റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് നടന്ന് അങ്ങനെ ചിലപ്പോൾ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ച് അതിലൊരു ട്രാപ്പിൽ പെട്ടുപോയതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഒരുപാട് അഡിക്ഷൻ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ നമുക്കതിൽ പുറത്ത് കിടക്കണം അതിൽ നിന്ന്. കാരണം ചീറ്റിംഗ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിലൊരുപാട് പെയിനോടുകൂടി ഒരുപാട് പ്രാർത്ഥിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പം ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ല. കുറേ ആൾക്കാർക്ക് വീണ്ടും അവർക്ക് ഒരു മോഡൽ മഞ്ഞാണ് എല്ലാ കാര്യത്തിനും. അങ്ങനെയുള്ള ആൾക്കാർ ഈ റീഡിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടൂട്ട.
നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പല കാര്യങ്ങളും സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു ഉത്തരം വേണമെന്ന് നമ്മൾ ശരിക്കും മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആരെങ്കിലും വഴിയിലൂടെ, ഏതെങ്കിലും വഴിയിലൂടെ, നമുക്ക് ചിലപ്പോൾ അതൊരു ടാരോ റീഡിങ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിലൂടെ ആയിരിക്കാം, നമുക്കൊരു ഉത്തരം ദൈവം തരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ത്രീ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഇരുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് എണീറ്റ് നടക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർ, എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാതെ ഒരു ക്രോസ് റോഡിലിരുന്ന ആൾക്കാർ, അവർക്ക് എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു ക്ലാരിറ്റി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ എണീറ്റ് പതിയെ ഒന്ന് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കുറെ ആൾക്കാർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷമത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും ഒരു ചീറ്റിങ്ങിന്, നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒക്കെ നീതി കിട്ടാത്തത് എന്താണെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത് കോടതി സംബന്ധമായ എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അതിൽ നീതി കിട്ടിയില്ല, നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു വിധി വന്നതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്ന ആൾക്കാർ. പിന്നെ ഇപ്പോൾ കോടതിയല്ലല്ലോ അന്തിമമായിട്ട്, നമുക്ക് ദൈവത്തിൻ്റെ ഒരു കോടതിയുണ്ട്. അപ്പോൾ ആ കോടതിയിൽ നിങ്ങൾക്കൊരു നല്ല വിധി വരും. നിങ്ങൾ ചെയ്ത കർമ്മം, ഇപ്പോൾ കോടതിയായാലും നമ്മളുടെ കർമ്മ ബേസ്ഡ് ആയിട്ടാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും. അതിൽ സംശയമൊന്നും വേണ്ട. അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, തെളിവുകളൊന്നും നശിപ്പിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കോടതി അങ്ങനെയാണ്. നമുക്ക് ആരെ എന്ത് വേണോ പറഞ്ഞ് ഇവിടെ വെച്ച് പറഞ്ഞത് നമുക്ക് പല തെളിവുകളും ഉണ്ടാക്കാം, പലരെയും ഇൻസൾട്ട് ചെയ്യാം, പലരെയും മാനിപ്പുലേറ്റ് ചെയ്യാം, എന്ത് വേണോ ഒക്കെ കളയാം. പക്ഷെ ദൈവത്തിനൊരു കോടതിയുണ്ട്. ആ കോടതിയിൽ സത്യം മാത്രമേ ജയിക്കൂ. അവിടെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങളങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു നീതി കിട്ടിയില്ല. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചീറ്റിങ്ങിൽ പെട്ടുപോയതായിരിക്കാം, അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിപ്പോയതായിരിക്കാം. വിഷമിക്കേണ്ട എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് നീതിയുണ്ട്. അതിൽ ഒരു ടെൻഷനും വിചാരിക്കേണ്ട. കാരണം നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് മാത്രമല്ല, ദൈവത്തിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതനുസരിച്ചായിരിക്കും കുറേ കാര്യങ്ങൾ നടക്കുന്നത്. കുറേ കാര്യങ്ങൾ നമ്മളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് ചെയ്യാം. ഇത് പകുതിയാണ്. നമുക്ക് തീരുമാനിക്കാം നമ്മളുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ ദൈവം ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. അത് നമുക്ക് ഒരു എക്സ്പാൻഡ് ചെയ്യണത് നമ്മളാണ്. ഓരോ പോയിന്റ് നമ്മൾ എക്സാം എഴുതും പോലെയാണ്. ഒരു 10 പോയിന്റ് ഉണ്ടായിരിക്കും ഇതിനകത്ത്. അതിൽ എങ്ങനെയൊക്കെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പം അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കാര്യത്തിനൊരു ക്ലാരിറ്റി കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഭയപ്പെട്ടിരുന്ന ആ ഒരു കാര്യം, ഒരു രഹസ്യം, അതിൽ നിന്ന് നിങ്ങൾ ശരിക്കും ഫ്രീ ആയി. കുറേ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ, നിങ്ങൾ പാസ്റ്റിൽ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുകൾ, അത് മറ്റുള്ളവർ അറിയുമെന്നോ ഒക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, അതിൽ നിന്നും ഒരു രക്ഷയാണ്. ഈ 3 ഓഫ് സോഡ്സിൽ നിന്നും ഒരു രക്ഷയാണ് നിങ്ങൾക്ക് ഇതിലുള്ളത്. കാരണം ഇതൊരു റിവേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ തന്നെ കർമ്മയായിരിക്കും ഇത്. ചിലപ്പം ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ കുറേ വിഷമിക്കും. പക്ഷേ നമുക്ക് പശ്ചാത്തപിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും ഉണ്ട്. കാരണം എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും തന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ കൊണ്ടോ നമ്മൾ തെറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പിരിച്വൽ പാത്തിലേക്ക് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും, ഞാൻ ചെയ്തിരുന്നത് തെറ്റായിരുന്നു. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നത്. ആ ഒരു സമയം മുതൽ നമ്മൾ മാറാൻ ശ്രമിക്കുക, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റും എന്നുള്ളതാണ്. വേൾഡ് കാർഡാണ്. അപ്പോൾ ഇതിലൊരു
പൂർണ്ണത വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആ ഗിഫ്റ്റ് ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോഴും കഷ്ടതയിലാണ്, എനിക്ക് പറ്റണില്ല, എനിക്ക് കുറേ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊന്ന് തിരുത്തി ചിന്തിക്കാനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളതാണ്. ഇത് വേൾഡ് എന്ന് പറയുന്നത് ഒരു മേജർ അർക്കാനയിലെ അവസാനത്തെ കാർഡാണ്, ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, അത് ഫുൾഫിൽ ചെയ്യുക, എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റുകളുണ്ട്. ദൈവം പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ, ചില ആൾക്കാർക്ക് കലാപരമായ കഴിവുകളായിരിക്കും, പാടാം, ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ അഭിനയിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ അല്ലെങ്കിൽ ഫാഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം ഈ കഴിവുകൾ ഈ കാണുന്ന കുറേയധികം ആൾക്കാർക്കും അല്ലെങ്കിൽ ഏകദേശം ആൾക്കാർക്കും ഇതിനകത്ത് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല, നമുക്ക് എന്ത് കഴിവാണുള്ളതെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പം നമുക്ക് നല്ല പാടാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ത്രോട്ട് ചക്രയൊക്കെ ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്ത് അത് നിങ്ങളുടെ ശബ്ദം നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മളിലുള്ള കാര്യം മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹീലിംഗ് എന്നൊക്കെ പറയണത് നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഹീലിംഗ് പഠിക്കാം. പക്ഷേ നമ്മൾ മറ്റൊരാളിനെ ഹീൽ ചെയ്യണമെങ്കിൽ, അത് അവർക്ക് ഹീലാകണമെങ്കിൽ ഇത് നമ്മളുടെ മുജ്ജന്മ ആർജിതമായ സുഹൃതം മാത്രമാണ് ഈ ഹീലിംഗ് എന്നൊക്കെ പറയണത്. ഹീലിംഗ് മാത്രമല്ല, ഇതുപോലെയുള്ള കുറേ ടാരറ്റ്, അതുപോലെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങളെല്ലാം, ഓക്കൾട്ട് സയൻസ്, അതെല്ലാം ഇങ്ങനെ മുജ്ജന്മത്തിൽ നിന്ന് വരുന്നതാണെന്നുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഇപ്പം ആർക്ക് വേണോ ഹീൽ ചെയ്യാം. റേക്കി ഹീലിങ്ങോ പ്രാണി ഹീലിങ്ങോ ഏഞ്ചൽ ഹീലിങ്ങോ ഒക്കെ നമുക്ക് പഠിക്കാം, നമുക്ക് ഹീൽ ചെയ്യാം. പക്ഷേ നമ്മളുടെ ആ ഒരു ക്ലൈൻറ്റ് പൂർണ്ണമായി ഹീലാകണമെങ്കിൽ ഇത് നമ്മളുടെ കർമ്മയിലുണ്ടായിരിക്കണം. നമ്മളൊരു കഴിഞ്ഞ ജന്മത്തിലൊരു ഹീലർ ആയിരിക്കണം. അങ്ങനെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ജന്മത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ടാരോ നമുക്ക് ആർക്ക് വേണോ ടാരോ പഠിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ടാരോ നമുക്ക് 78 കാർഡ്സ് പഠിച്ച് നമുക്ക് ടാരോ റീഡ് ചെയ്യാം. പക്ഷേ അത് കൃത്യമാകണമെങ്കിൽ ഇത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു സുഹൃതം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ഭാവി പ്രഡിക്റ്റ് ചെയ്ത് കൊടുക്കാൻ ദൈവം നമ്മളെ നിയോഗിക്കുന്നു. കുറേ കാര്യങ്ങൾ നിയോഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയോഗമാണ്. ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നു ഒരാളിൻ്റെ ജീവിതം മാറ്റാൻ, അല്ലെങ്കിൽ ഒരാളിനെ ഗൈഡ് ചെയ്യാൻ. അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ആകണത്. അപ്പം അല്ലാതെ നമുക്കിപ്പോൾ ആർക്ക് വേണോ എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ നിങ്ങളൊക്കെയും നിയോഗമുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ഈ നിയോഗം നമ്മൾ അതിനെ സത്യം പറഞ്ഞത് മാർക്കറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു നിയോഗം നമുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് നിങ്ങൾക്കും ഉപയോഗപ്പെടണം, മറ്റുള്ളവർക്കും ഉപയോഗപ്പെടണം. അപ്പം നിങ്ങൾക്കുള്ള ആ ഒരു കഴിവുകളെ നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപയോഗം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്കും അതിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ ഒരു കാര്യവും ആരും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ ഒരാൾ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വേണം, പൈസ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ആളിൻ്റെ കർമ്മ അവിടെ തീരാനുള്ള സമയമായില്ല എന്നുള്ളതാണ്. ഈ കർമ്മ തീരുന്ന ആൾക്കാർ ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും ആ പൈസ ഉണ്ടാക്കി അവരത് ചെയ്യും. ഹീലിംഗ് ആയാലും റീഡിങ് ആയാലും ഒക്കെ. ഇതൊന്നുമില്ല, പൈസ ഇല്ല, പൈസയ്ക്ക് പകരം എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് അതിന്ന് നിങ്ങൾക്കൊരു എനർജി കൊടുത്ത് നിങ്ങൾക്ക് ആ ഗൈഡൻസ് സ്വീകരിക്കാം. അത് എൻ്റെ എന്നല്ല, എല്ലാ ആൾക്കാരുടെയും നിങ്ങൾ അങ്ങനെയാണ് ചെയ്യാൻ. ഇപ്പം ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾ ആ ഒരു വിദ്യ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഈ കുറേയധികം സ്പിരിച്വലായിട്ടുള്ള കഴിവുകളും അല്ലാത്ത കഴിവുകളുള്ള ആൾക്കാരുടെ എനർജിയാണ്. പക്ഷെ നിങ്ങളത് കൃത്യമായിട്ടും
ഉപയോഗിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഉപയോഗിക്കണം, നിങ്ങളത് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിങ്ങൾക്ക് ഈ വഴിയാണ് കിട്ടാൻ പോണത്. ഈ ടാരോ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നൊരു കാര്യമല്ല. അത് സമയമായാൽ മാത്രമേ ആ ഒരു ടാരോ നിങ്ങളുടെ മുന്നിൽ വരുള്ളൂ, നിങ്ങൾക്കത് വിശ്വാസം വരുള്ളൂ, നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. കോടാനുകോടി ജനങ്ങളുള്ള ഈ ലോകത്ത് എത്ര പേരായിരിക്കും ഇത് കാണുന്നത്, അല്ലെങ്കിൽ എത്ര പേരായിരിക്കും ഇത് വിശ്വാസം വരണത്? അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അപ്പം അത് അങ്ങനെ കാണണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് എത്തി എന്നുള്ളതാണ്. ആ ചേഞ്ചിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള നിഗൂഢമായ കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു, നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആത്യന്തികമായി നമ്മൾ എത്തേണ്ട ഒരു സ്ഥലമാണത്. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് പോലും നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച് ഒരുപാട് അതിന്ന് ഒരിക്കലും മാറാൻ പറ്റൂല എന്നുള്ള ട്രാപ്പുകളിൽ പെട്ടുപോയി ഇരിക്കുന്ന ആൾക്കാർ, ഇത് നിങ്ങൾക്ക് ഈ ഒരു ടാരോ റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് അതിന് മാറാനുള്ള സമയമായി. ഇതിനൊരു ആ ഒരു കാരണം മാത്രമാണ്, നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാരണം മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളൊരു കാര്യം തുടങ്ങാൻ പോകുന്നു, പക്ഷെ അത് നന്നായിട്ട് ആലോചിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് അവിടെ ഉണ്ട്. ചിലപ്പോൾ അത് ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോണതായിരിക്കാം, ഡ്രൈവിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ളൊരു കാര്യമായിരിക്കാം. അതിനെന്തോ ഒരു കാര്യം മിസ്സിങ് ആയിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആരുടെങ്കിലും ഒരു ഗൈഡൻസ് കേട്ട് മിണ്ടാതിരിക്കുന്നതും ആകാം. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ വളരെയധികം വളരെ പ്രത്യാശയോടെ ആരുടെയെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും നിങ്ങളോട് പറഞ്ഞു തന്നാൽ. അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്നു, അതുകൊണ്ട് ഒന്നുകൂടി ആലോചിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ഗൈഡൻസ് ഇപ്പം അറിയാവുന്ന ആൾക്കാർ പറയുന്നത് അത് കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ നമ്മളുടെ ഫൈനൽ തീരുമാനം നമ്മളുടെ തന്നെ ആയിരിക്കണം. നമുക്കിത് ലോർഡ് ഹനുമാൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഷോ കമ്പാഷനാണ് ഇതിൽ. കരുണ കാണിക്കുക എന്നുള്ളതാണ്. അപ്പം സഹജീവികളോട് കരുണയും ദയയും കാണിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ദൈവം അത് നിങ്ങൾ കരുണ കാണിക്കുന്നത്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് ദൈവത്തോട് കാണിക്കുന്നത് പോലെയാണെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു സഹായം വേണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ആരോടും ക്രൂവലായിട്ട് പെരുമാറാതിരിക്കുക, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, ആരും ജഡ്ജ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, ആവശ്യമില്ലാതെ ആൾക്കാരുടെ ജീവിതത്തെ ഇങ്ങനെ വെറുതെ അറിയാലോ. നമ്മൾ എല്ലാവരും രഹസ്യം ഉള്ള ആൾക്കാരാണ്. അപ്പം മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് കടക്കാതിരിക്കുക, അതിനുള്ള ഒരു റൈറ്റും ദൈവം നമുക്ക് തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ നന്നായിട്ട് ജീവിക്കുക, അല്ലാതെ അത് വേറൊരാളിൻ്റെ പല കാര്യങ്ങളും ചെകഞ്ഞെടുത്ത് അത് കുറേ ചർച്ചയാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കരുണ ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യണം. മറ്റുള്ളവരുടെ ജീവിതം എടുത്ത് എല്ലാവരുടെയും മുന്നിൽ കാണിച്ച് അതിന്ന് പൈസ ഉണ്ടാക്കി അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. ആരും തന്നെ പൂർണ്ണരല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അത് കൂടുതൽ ചെയ്യുകയും അതിനകത്ത് അഭിപ്രായം പറയുകയും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയും കളിയൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരോടും കരുണ കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുള്ള സമയം മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെന്നുള്ള സമയം സഹായിക്കുക. ലേൺ ഫ്രം ദ പാസ്റ്റ് ആണ്. നമ്മളുടെ പാസ്റ്റിൽ നിന്നും നമ്മൾ പഠിക്കണം, പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഇതിൽ നമ്മളുടെ മിസ്റ്റേക്സും മാത്രമല്ല നമ്മളുടെ സക്സസ്സും, ഇത് രണ്ടും ഉണ്ടല്ലോ. നമുക്ക് നല്ലതും ചീത്തയും ഉണ്ട്. അപ്പം നമ്മളുടെ
തെറ്റിൽ നിന്ന് നമ്മൾ തിരുത്തണം. തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തണം. നമുക്ക് എങ്ങനെയാണ് സക്സസ് ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കുക. ഈ സക്സസ് ഉണ്ടാകാൻ എന്ത് കാര്യമാണ് നമ്മൾ എന്നെ ബ്ലോക്ക് ചെയ്തത്, നമ്മൾ പാസ്റ്റ് ചെയ്ത എന്ത് മിസ്റ്റേക്സ് ആണ് നമ്മളെ സക്സസിനെ ബ്ലോക്ക് ഉണ്ടാക്കിയത്, അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം മുന്നോട്ടുള്ള വഴിയിൽ എപ്പോഴും നമ്മൾ പാസ്റ്റ് ഒന്ന് ആലോചിക്കുക. പാസ്റ്റിൽ പോയി നിൽക്കണ്ട, പക്ഷേ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ആ തെറ്റ് ഫ്യൂച്ചറിൽ ഒരിക്കലും ആവർത്തിക്കാനും ശ്രമിക്കരുത് എന്നുള്ളതാണ്. പാസ്റ്റ് എക്സ്പീരിയൻസിന് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുള്ള, എപ്പോഴും നമ്മൾ ശരിക്കും എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, ആ സാഹചര്യത്തോടും ഒക്കെ. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഉപദ്രവിച്ച ആൾക്കാരാണ് നമ്മളുടെ ഗുരുക്കന്മാരെന്ന് മനസ്സിലാക്കുക. നമ്മളെ തള്ളിയിട്ട ആൾക്കാരാണ് നമ്മൾ എങ്ങനെയാണ് ആ തള്ളിയിട്ട സ്ഥലത്ത് നിന്ന് കയറാൻ ശ്രമിച്ചതെന്ന് പഠിപ്പിച്ചത്. നമ്മളെ കൈപിടിച്ച ആൾക്കാർ ഒരിക്കലും നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. നമ്മളുടെ കൂടെ നടക്കുന്ന വിശ്വസ്തരായ ആൾക്കാരൊന്നും തന്നെ നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. പകരം നമ്മളെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ട ഒരാളാണ്. അവിടെ നമുക്ക് കയറിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതെങ്ങനെ പുറത്തേക്ക് കയറാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാമെന്ന് പഠിപ്പിച്ചത് ഈ തള്ളിയിട്ടത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കയറിയത്. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് അവരോട് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അവരൊരിക്കലും ശത്രുക്കളല്ല, അവർ നമ്മളെ ഗുരുക്കന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ് എപ്പോഴും പേയ്മെൻറ്റ് ചെയ്താണ് പേഴ്സണൽ റീഡിങ് ചെയ്യാറുള്ളത്. അതല്ല, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആരും തന്നെ പേഴ്സണൽ റീഡിങ് ചെയ്യേണ്ട. നിങ്ങൾ ക്ലെയിം ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും, അത് മനസ്സിലാക്കുക. പേഴ്സണൽ റീഡിങ് അത് ബുദ്ധിമുട്ടി ആരും ചെയ്യരുത്, അത് പറയാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.